അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ അൽ ഫിഖ്ഹുൽ ഇസ്ലാം രണ്ടാം ഭാഗത്തിലെ ഒന്നാമത്തെ പാഠം ഹാദിമുൽ ലദ്ദാത്ത്. ഇൻഷാ അല്ലാഹ് പാഠം നമുക്ക് വായിച്ച് തദ്രീബാത്ത് കൂടെ നോക്കാം. ഇൻഷാ അല്ലാഹ് ഈ പാഠവുമായി ബന്ധപ്പെട്ട അതിൻ്റെ വീഡിയോകളും ഈ പാഠത്തിൻ്റെ ഇടയിലൂടെ ഉണ്ടാകും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ കാര്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്നുള്ളതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ ഉണ്ടാകും, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഹാദിമുൽ ലദ്ദാത്ത് പറഞ്ഞാൽ എല്ലാ രസങ്ങളെയും മുറിച്ച് കളയുന്ന, അതായത് മരണത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സകല സുഖങ്ങളെയും എല്ലാ രസങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. ആരാണ് ഇന്ന് നോമ്പനുഷ്ഠിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. നബി തങ്ങൾ ചോദിക്കുകയാണ്, ആരാണ് ഇന്ന് നോമ്പനുഷ്ഠിച്ചത്? ഞാൻ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണെന്ന് ജനാസയെ അനുഗമിച്ചത്? രണ്ടാമത്തെ ചോദ്യം നബി തങ്ങൾ ചോദിക്കുകയാണ്, ആരാണെന്ന് ജനാസയെ അനുഗമിച്ചത്? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അനുഗമിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്നാമത് ചോദ്യം ചോദിക്കുന്നു, ആരാണ് ഇന്ന് പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയത്? ആരാണ് ഇന്ന് പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നൽകിയിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യത്തിന് മറുപടി ആരെന്നെ പറയുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെയാണ് പറയുന്നത്, ഞാൻ നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കുന്നു, ആരാണ് ഇന്ന് രോഗിയെ സന്ദർശിച്ചത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിശ്ചയം ഈ കാര്യങ്ങളെല്ലാം മേളിച്ചവർ സ്വർഗത്തിൽ പ്രവേശിക്കും. ഈ കാര്യങ്ങളെല്ലാം മേടിച്ചവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമത് ചോദിച്ചു, ഇന്ന് നോമ്പനുഷ്ഠിച്ചതാരാണ്? രണ്ടാമത് ചോദിച്ചു, ജനാസയെ അനുഗമിച്ചതാരാണ്? മൂന്നാമത് ചോദിച്ചു, ഇന്ന് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയതാരാണ്? നാലാമത് ഇന്ന് രോഗിയെ സന്ദർശിച്ചത് ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോഴൊക്കെ അതിനൊക്കെ മറുപടി ആരാ പറഞ്ഞത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ കാര്യങ്ങളെല്ലാം മേളിച്ചവർ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇനി മൂത്താപ്പയുടെ വീട്ടിലേക്ക് ഉസ്താദ് ഒന്നിച്ച് പോകുമ്പോൾ ഖാലിദ് ഈ സംഭവം ഓർത്തു. ഇത് നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഖാലിദ് ഇങ്ങനെ പോണ സമയത്ത് മൂത്താപ്പ രോഗിയായ മൂത്താപ്പയെ കാണാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ അവങ്ങനെ ഓർത്താണ്, മൂത്താപ്പ കരയുകയാണ്. ഉസ്താദ് അടുത്ത് ചെന്നിരുന്നു. മൂത്താപ്പ വേദന സഹിക്കാൻ കഴിയുന്നില്ല, പെട്ടെന്ന് മരിച്ചാൽ മതിയായിരുന്നു. മൂത്താപ്പ പറയാണ്. മൂത്താപ്പാൻ്റെ അടുത്തെത്തിയ സമയത്ത് മൂത്താപ്പ ഇങ്ങനെ പറയുക, എന്താ പറയണത്? വേദന സഹിക്കാൻ കഴിയുന്നില്ല, പെട്ടെന്ന് മരിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഉസ്താദ് അങ്ങനെ പറയരുത്, എന്ത് ചെയ്യരുത്? മരണത്തെ അങ്ങനെ പെട്ടെന്ന് മരിച്ചാൽ മതിയായിരുന്നു, അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു. മരണത്തെ കൊതിക്കാൻ പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മരണത്തെ കൊതിക്കാൻ പാടില്ല. ഞാൻ പെട്ടെന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്ന് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ മരണത്തെ കൊതിക്കാൻ പാടില്ല. അതാര് പറഞ്ഞിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടോ അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി വ തവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി. അതിൻ്റെ അർത്ഥം കൂടെ പറയാം, എന്നിട്ട് പറയാം ബാക്കി. ജീവിതം ഗുണകരമാകുന്ന കാലത്തോളം എന്നെ ജീവിപ്പിക്കണമേ, മരണം ഖൈറാകുമ്പോൾ എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചോളൂ. മൂത്താപ്പാനോട് ഉസ്താദ് പറഞ്ഞു കൊടുത്തു ഈ ദുആ പ്രാർത്ഥിക്കാൻ. അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി വ തവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി. ഈ പ്രാർത്ഥന, ഈ ദുആ നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചോളൂ എന്ന് എന്ത് ചെയ്തു? ഉസ്താദ് പറഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? ജീവിതം ഗുണകരമാകുന്ന കാലത്തോളം എന്നെ ജീവിപ്പിക്കണമേ, മരണം ഖൈറാകുമ്പോൾ എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ. ആ പ്രാർത്ഥന എങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ഉസ്താദ് ഉപദേശിച്ചു, നിങ്ങൾ ക്ഷമിക്കൂ. മൂത്താപ്പയോട് ഖാലിദിൻ്റെ ഖാലിദിൻ്റെ മൂത്താപ്പയോട് ഉസ്താദ് ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ ക്ഷമിക്കൂ. രോഗം അല്ലാഹു തആല നൽകുന്നതാണ്. രോഗം അത് ആര് നൽകുന്നതാണ്? അല്ലാഹു തആല നൽകുന്നതാണ്. ക്ഷമിച്ചാൽ അളവറ്റ പ്രതിഫലമാണ്. നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ, രോഗം വന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ, പൊറുതികേട് കാട്ടാതെ നാം ക്ഷമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നല്ല പ്രതിഫലം ലഭിക്കും. നിങ്ങൾ ധാരാളം ഇബാദത്ത് ചെയ്തിട്ടുണ്ട്. മൂത്താപ്പാനോട് ഉസ്താദ് പറയാണ്, നിങ്ങൾ ധാരാളം എന്ത് ചെയ്തിട്ടുണ്ട്? ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുക പറഞ്ഞാൽ പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് സഹായ സഹകരണങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും, നിങ്ങൾക്ക് അല്ലാഹു തആല എന്ത് ചെയ്യും? കാരുണ്യം ചെയ്യും എന്ന് ഉസ്താദ് എന്ത് ചെയ്തു? ഖാലിദിൻ്റെ മൂത്താപ്പയോട് പറഞ്ഞു.
അസ്സലാമു അലൈക്കും. ഉസ്താദ് യാത്ര പറഞ്ഞ് മടങ്ങി. ഉസ്താദ് സലാം പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അവിടുന്ന് മടങ്ങി. വൈകുന്നേരമായപ്പോഴേക്ക് മൂത്താപ്പയുടെ രോഗം കലശലായി. മൂത്താപ്പാൻ്റെ രോഗം എന്ത് ചെയ്തു? കൂടി വന്നു. മരണത്തോട് അടുത്ത് കിടക്കുന്ന സമയമാണ്. അപ്പോഴാണ് മൂസ ഹാജി അദ്ദേഹത്തെ ഖിബിലയിലേക്ക് തിരിച്ചു കിടത്തി. മൂസ ഹാജി വന്നിട്ട് എന്ത് ചെയ്തു? ഈ ഖാലിദിൻ്റെ മൂത്താപ്പാൻ എന്ത് ചെയ്തു? ഖിബിലയിലേക്ക് തിരിച്ചു കിടത്തി. എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാവരോടും യാസീൻ ഓതാൻ നിർദ്ദേശിച്ചു. എന്നിട്ട് മൂസ ഹാജി പറഞ്ഞു എല്ലാവരോടും എന്ത് യാസീൻ ഓതാൻ പറഞ്ഞു. മൂത്താപ്പാനെ ഖാലിദിൻ്റെ മൂത്താപ്പാൻ എന്ത് ചെയ്തു? ഖിബിലയിലേക്ക് തിരിച്ചു കിടത്തി. ഖിബിലയിലേക്ക് രോഗിയായ ഒരാൾ, മരണമാസന്നമായി കിടക്കുന്ന ഒരാൾ രോഗിയായിരിക്കുമ്പോൾ അയാളെ ഖിബിലയിലേക്ക് മരണമാസന്നമായി കിടക്കുകയാണെങ്കിൽ ഖിബിലയിലേക്ക് തിരിച്ചു കിടത്തൽ സുന്നത്താണ്. അപ്പോൾ വലത് ഭാഗത്തിൻ്റെ മേൽ ചെരിച്ച് കിടത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മുഖവും ശരീരത്തിൻ്റെ മുൻഭാഗവും ഖിബിലയിലേക്കാക്കിയിട്ട് വലത് ഭാഗത്തിൻ്റെ മേൽ ചെരിച്ച് കിടത്തുക. അല്ലെങ്കിൽ മയ്യത്തിൻ്റെ കാൽപാദം ഖിബിലയിലേക്കും കാൽപാദം എന്ത് ചെയ്യുക? ഖിബിലയിലേക്ക് ആക്കുന്ന രൂപത്തിൽ വെക്കുക. എന്നിട്ട് മയ്യത്തിൻ്റെ തലഭാഗം എന്ത് ചെയ്യുക? ഒന്ന് പൊന്തിച്ചിട്ട് തലയണ എന്ത് വെച്ചിട്ട് പൊന്തിച്ചിട്ട് ഖിബിലയുടെ ഭാഗത്തേക്ക് ഈ രണ്ട് രൂപത്തിലും ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു രൂപം നമുക്ക് വീഡിയോയിൽ കാണാം, എങ്ങനെ മയ്യത്തിനെ വലത് ഭാഗത്തിൻ്റെ മേലിൽ ചെരിച്ച് കിടത്തുന്നത്. അത് രോഗിയുടെ വലതു ഭാഗമാണ്. ആ വലത് ഭാഗത്തിൻ്റെ മേൽ ചെരിച്ച് കിടത്തുക. ശരിക്ക് ചെരിച്ച് കിടത്തുമ്പോൾ തലഭാഗത്ത് നമ്മൾ തലയണ ഉണ്ടാവുമല്ലോ, ഒരു കനം വെക്കും ശരിയായി നിൽക്കാൻ വേണ്ടി. ഈ ചെരിച്ച് നിൽക്കാൻ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്കിവിടെ വെച്ച് കൊടുക്കാം, ബാക്കിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം കിബിലയിലേക്ക് അഭിമുഖമായി നിൽക്കുകയാണ്. ശരിയായ നിലക്ക് അത് നമ്മൾ ഉറപ്പാക്കി. കാരണം നമ്മുടെ കേന്ദ്രം ആയതുകൊണ്ട് അവിടേക്ക് നമ്മൾ തിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂത്താപ്പയുടെ ചുണ്ടുകൾ അനങ്ങിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്വാസം നിലച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചുറ്റും കൂടിയവർ പറഞ്ഞു. അപ്പോൾ മരണവാർത്ത കേട്ടാൽ ഇപ്പോൾ നമ്മളെ ഖാലിദിൻ്റെ മൂത്താപ്പ എന്ത് ചെയ്തു? മരണപ്പെട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ദിക്ർ ചൊല്ലിയിട്ട് എന്ത് ചെയ്തു? മരണപ്പെട്ടു. അങ്ങനെ മരണവാർത്ത കേട്ട് കഴിഞ്ഞാൽ അവിടെ ചൊല്ലാനുള്ള ദിക്റാണ് ഇത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നെന്ത് ചെയ്യുക? ചൊല്ലൽ സുന്നത്താണ്. അങ്ങനെ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലി മൂസ ഹാജി മയ്യത്തിൻ്റെ രണ്ട് കണ്ണുകളും അടച്ചു. എന്താ ചൊല്ലിയത്? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലിയിട്ട് മൂസാജി എന്ത് ചെയ്തു? മയ്യത്തിൻ്റെ രണ്ട് കണ്ണുകളും അടച്ചു. ഒരു ശീല കൊണ്ട് താടിയുടെ താഴ്ഭാഗത്തിലൂടെ മൂർദാവിലേക്ക് കെട്ടിവെച്ചു. അതിന് വീഡിയോ ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. ധരിച്ച വസ്ത്രം മാറ്റി നേരിയ തുണി കൊണ്ട് മയ്യത്തിനെ പുതപ്പിച്ചു. അതായത് മയ്യത്ത് ധരിച്ച വസ്ത്രങ്ങളുണ്ടാവുമല്ലോ, ആ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റിയതിന് ശേഷം നേരിയ ഒരു വസ്ത്രം കൊണ്ട് എന്ത് ചെയ്തു? മയ്യത്തിനെ മൂടി. കട്ടിയില്ലാത്ത ഒരു നേരിയ വസ്ത്രം കൊണ്ട് മയ്യത്തിനെ മൂടി. അവയവങ്ങളെല്ലാം മടക്കി നിവർത്തി മയപ്പെടുത്തി. അവയവങ്ങളൊക്കെ മയ്യത്തിൻ്റെ അവയവങ്ങളൊക്കെ എന്ത് ചെയ്തു? ഒന്ന് മടക്കി നിവർത്തിയിട്ട് എന്ത് ചെയ്തു? മയപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ, കണ്ണ് ചിമ്മിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ശീല കൊണ്ട് താടി കെട്ടുന്ന രൂപം, അതുപോലെ തന്നെ ധരിച്ച വസ്ത്രങ്ങൾ അഴിച്ചിട്ട് നേരിയ വസ്ത്രം കൊണ്ട് മയ്യത്തിനെ മറക്കുന്ന, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാവുന്ന വീഡിയോയിൽ കാണാം. വേറൊന്നും കൂടെ ഉണ്ട്, ഇവിടെ പറയാത്തൊരു വിഷയമാണ്. മയ്യത്തിൻ്റെ വയറിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം? ചെറിയൊരു ഭാരമുള്ള വസ്തു വെക്കും, മയ്യത്തിൻ്റെ വയറ് വീർക്കാതിരിക്കാൻ വേണ്ടി. അതും കൂടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം ഇൻഷാ അല്ലാഹ് ബാക്കി വായിക്കാം. മരണപ്പെട്ട ഉടനെ നിർവഹിക്കേണ്ട ഖിദ്മത്തുകളാണ്, പരിപാലന പരിപാടികളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ആദ്യമായി മയ്യത്തിൻ്റെ കണ്ണുകൾ അടയ്ക്കുന്നു. കണ്ണടയ്ക്കുമ്പോൾ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലാം. ഇതാ ഇങ്ങനെ, ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത് താടി കെട്ടുക. അല്പം വീതിയുള്ള ശീലയായിരിക്കണം. ചെറിയ വീതി കുറഞ്ഞ നാര് പോലത്തത് കൊണ്ട് കെട്ടുന്ന രീതി കാണാറുണ്ട്. അതല്ല വേണ്ടത്, അല്പം വീതിയുള്ള ശീല കൊണ്ട്. കെട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത്, മയ്യത്തിൻ്റെ ചെവി കെട്ടിന് അകത്ത് ആവരുത്, പുറത്തായിരിക്കണം. അപ്പോൾ പിന്നിലൂടെയോ മുന്നിലൂടെയോ എടുക്കാം. ഇനി അതല്ല, മുടിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കെട്ട് ടൈറ്റ് ആവാതെ വരുന്നത് കൊണ്ട് ചെവിയുടെ ഭാഗത്ത് ചെറിയ ദ്വാരമുണ്ടാക്കി അതിൽ
കിടത്തി അങ്ങനെയും കെട്ടാവുന്നതാണ്. നോക്കാം. ഇതാണ് ആ പറഞ്ഞ രീതി. ഇനി കെട്ട് ടൈറ്റാവാത്തത് കൊണ്ട് അല്ലെങ്കിൽ മുടിയോ മറ്റോ ഉള്ളത് കൊണ്ട് സ്ത്രീകളൊക്കെ ആവും പ്രത്യേകിച്ചൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഈ ദ്വാരത്തിൽ ചെവി വരുന്ന നിലക്ക് ഇങ്ങനെയും കെട്ടാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ടത് ചെവി കെട്ടിൽ നിന്ന് പുറത്തായിരിക്കണം. മൂന്നാമത്തേത് മയ്യത്തിൻ്റെ ജോയിൻറ്റുകൾ കെണുപ്പുകൾ മയപ്പെടുത്തുക എന്നതാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മയ്യത്തിനെ കിടത്താനും കുളിപ്പിക്കാനും ഖബറിലും കഫൻ ചെയ്യാനും ഒക്കെ അസൗകര്യം വരുന്ന ഒരു രീതി ചിലപ്പോൾ നമ്മൾ കെണുപ്പുകൾ മയപ്പെടുത്താൻ വൈകിയാലോ മയപ്പെടുത്തുന്ന കൃത്യമാകാതിരുന്നാലോ പ്രയാസം വരും. അതുകൊണ്ട് അതിൻ്റെ രീതി കൃത്യമായി ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണിക്കാം. ആദ്യമായി കൈവിരലുകൾ നിവർത്തുകയും മടക്കുകയും ചെയ്യുന്നു, തള്ളവിരലും. പിന്നെ കൈക്കുഴ, പിന്നീട് തണ്ടം കൈ തോളം കൈയിലേക്ക് മടക്കുന്നു. തോളം കൈ അല്പം മുകളിലോട്ടും. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ചിലപ്പോൾ ഒറ്റ നിലക്ക് തന്നെ മടങ്ങിക്കൊള്ളണമെന്നില്ല. എങ്കിൽ ഫലം പ്രയോഗിച്ച് മടക്കുന്നതിന് പകരം വീണ്ടും ഈ ക്രിയ തുടരുകയും അങ്ങനെ ക്രമേണ കുറച്ച് സമയമാക്കുമ്പോൾ റെഡിയാവുകയും ചെയ്യും. ശേഷം ഇടത് കൈയും ഈ പറഞ്ഞതുപോലെ തന്നെ വിരലുകൾ മടക്കുന്നു, നിവർത്തുന്നു, കൈക്കുഴ റെഡിയാക്കുന്നു, തണ്ടം കൈ തോളം കൈയിലേക്ക്. പിന്നീട് ശ്രദ്ധിക്കാനുള്ളതാണ് കാലിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്തുകൊണ്ട്? മയ്യത്തിനെ ഇരുത്തിയിട്ടാണ് വൃത്തിയാക്കാനുള്ളത്. കാല് അരഭാഗം ക്ലിയർലി ലൂസ് വന്നില്ലെങ്കിൽ അതിന് പ്രയാസപ്പെടും. ആദ്യം ചെയ്യേണ്ടത് നേരത്തെ കൈ കാണിച്ചതുപോലെ തന്നെ കാൽ വിരലുകൾ മടക്കുകയും നിവർത്തുകയും ചെയ്യുന്നു. പിന്നീട് കാലിൻ്റെ മടമ്പ്, ഈ ക്രിയ തുടരുന്നു. അടുത്തത് തണ്ടങ്കാൽ തുടയിലേക്കാണ് വരേണ്ടത്. ഇങ്ങനെ കൈ ഇവിടെ ഇങ്ങനെ കൊടുത്താൽ റെഡിയായി. അത് നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ മടക്കിന് റെഡിയായില്ലെങ്കിൽ ഈ ക്രിയ ആവർത്തിക്കണം. പിന്നീട് ഈ തുടഭാഗം വയറിലേക്ക് മടക്കണം. അതേപോലെ തന്നെ ഈ കാലും, ഇടത്തെ കാലും വിരലുകൾ മടക്കുന്നു, നിവർത്തുന്നു, മടമ്പുകൾ ലൂസാക്കുന്നു. പിന്നീട് തണ്ടങ്കാൽ തുടയിലേക്ക്, ശേഷം തുട വയറിലേക്ക്. ഇപ്പോൾ മയ്യത്തിൻ്റെ കെണുപ്പുകൾ മയപ്പെട്ടു. ഇനി നമുക്ക് വേണ്ടത് മയ്യത്തിൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റണം. അഴിച്ചു മാറ്റുന്നതിന് നേരിയ ഒരു വസ്ത്രം കൊണ്ട് നമ്മൾ മയ്യത്തിനെ മൂടുന്നു. ഇതുപോലൊരു വസ്ത്രം കൊണ്ട് മയ്യത്തിനെ മൂടിയതിന് ശേഷം നേരത്തെയുള്ള വസ്ത്രങ്ങൾ നമ്മൾ അഴിച്ചു മാറ്റുന്നു. അഴിച്ചു മാറ്റുന്നത് സമയത്ത് ശ്രദ്ധിക്കാനുള്ളത്, മയ്യത്തിൻ്റെ ശരീരഭാഗങ്ങൾ പ്രത്യേകിച്ച് ഔറത്തുകൾ വെളിപ്പെടാൻ പാടില്ല. അഴിച്ചെടുക്കാൻ പ്രയാസമുള്ള വസ്ത്രമാണ് ധരിച്ചതെങ്കിൽ അത് കട്ട് ചെയ്യണം. കത്രിക കൊണ്ടോ മറ്റോ കട്ട് ചെയ്തിട്ടായിരിക്കണം എടുക്കേണ്ടത്. എന്നാൽ മയ്യത്ത് പ്രയാസപ്പെടാൻ പാടില്ല. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലപ്പോൾ കുളിപ്പിക്കാൻ എടുത്തിടത്തൊക്കെ ആയിരുന്നു നമ്മൾ കാണുന്നത്, ചില മയ്യത്തിൻ്റെ അടിവസ്ത്രങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും. ഒന്നും ഉണ്ടാകാൻ പാടില്ല, എല്ലാ വസ്ത്രങ്ങളും അഴിച്ചെടുക്കണം. മയ്യത്തിൻ്റെ വയറ് വീർത്തു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വയറിന് മുകളിൽ ഒരു ചെറിയ കനം വെക്കുക. ചെറിയ കനം എന്നതുകൊണ്ട് കനം കൂടുന്നതുകൊണ്ട് പ്രയാസമല്ല, അതേ അവസരം മയ്യത്തിന് ബുദ്ധിമുട്ട് വരുന്ന അവസ്ഥ വരരുത്. അപ്പോൾ ഏതാണ്ട് ഒരു 100-150 ഗ്രാം വരുന്ന ഒരു സാധനം, അത് വൃത്തിയുള്ള ഒരു ശീലയിൽ പൊതിഞ്ഞ് നമ്മൾ വസ്ത്രത്തിൻ്റെ അടിയിലായിട്ട് വെക്കുന്നു, വയറിന് മുകളിൽ.
നിങ്ങൾ മരണത്തെ ഓർക്കുന്നത് വർദ്ധിപ്പിക്കുക. നിങ്ങൾ മരണത്തെ ഓർക്കുന്നത് വർദ്ധിപ്പിക്കുക. ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനും മാന്യനുമായ വ്യക്തി മരണത്തെ കൂടുതൽ ഓർക്കുന്നവനാണ്. ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനും മാന്യനുമായ വ്യക്തി ആരെന്നാണ് പറഞ്ഞത്? മരണത്തെ കൂടുതൽ ഓർക്കുന്നവനാണ്. അപ്പോൾ ചോദ്യം വരികയാണ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമാനും മാന്യനുമായ വ്യക്തി ആരാണത്? മരണത്തെ കൂടുതൽ ഓർക്കുന്നവനാണ്. ഖാലിദിനെ ഹദീസ് ഓർമ്മയിൽ വന്നു. എല്ലാവരും സൂറത്ത് യാസീൻ പാരായണം ചെയ്തു, പ്രാർത്ഥന നടത്തി. ഖാസിം ഹാജി മരണപ്പെട്ടിരിക്കുന്നു. ജനാസ നിസ്കാരം വൈകുന്നേരം 5 മണിക്ക് നടക്കും. മസ്ജിദിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഇനി അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്. നമ്മളെ പാഠത്തിൻ്റെ ഹാദിമിൽ ലദ്ദാത്ത് നമ്മളെ പാഠത്തിൻ്റെ ഹെഡിങ് ഉണ്ടല്ലോ, ആണ് ഇവിടെ കൊടുത്തത്. എല്ലാ അനുഭൂതികളും അവസാനിപ്പിക്കുന്ന മരണത്തെ സ്മരിക്കൽ നിങ്ങൾ വർദ്ധിപ്പിക്കുക. എല്ലാ അനുഭൂതികളും അവസാനിപ്പിക്കുന്ന മരണത്തെ സ്മരിക്കൽ, മരണത്തെ ഓർക്കലിനെ നിങ്ങൾ എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. 1. ഈ കാര്യങ്ങളെല്ലാം ഉള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കും. കാര്യങ്ങൾ ഏതെല്ലാം കാര്യങ്ങളാ? നോമ്പനുഷ്ഠിക്കുകയും ജനാസയെ അനുഗമിക്കുകയും പാവപ്പെട്ടവന് ഭക്ഷണം നൽകുകയും രോഗിയെ സന്ദർശിക്കുകയും ചെയ്തവർക്ക്. 2. മരിച്ച ആളുകൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ വഴി എഴുതുക. ആ കാര്യങ്ങൾ വഴിയായി എഴുതുക. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന് ചൊല്ലി മയ്യത്തിൻ്റെ 2 കണ്ണുകളും പൂട്ടി താടിയെല്ല് തലയിലേക്ക് കെട്ടുക. ഉടുത്ത വസ്ത്രം മാറ്റി നേരിയ തുണി കൊണ്ട് മയ്യത്തിനെ പുതച്ചു. ഇനി 3. ഉസ്താദ് മൂത്താപ്പയോട് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? മരണത്തെ കൊതിക്കാൻ പാടില്ല. നിങ്ങൾ ക്ഷമിക്കൂ, രോഗം അള്ളാഹു നൽകുന്നതാണ്. ക്ഷമിച്ചാൽ അളവറ്റ പ്രതിഫലമാണ്. നിങ്ങൾ ധാരാളം ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. ഇനി 2. നക്തുബ്, ഇതേപോലെ എഴുതാനുള്ളതാണ്. അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി വതവഫനി മാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി. അതേപോലെ അടിയിലേക്ക് എഴുതുക. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഇവിടേക്ക് എഴുതുക. യാസീൻ എന്ന് എഴുതുക. അക്സിറു ദിക്ര ഹാദിമുൽ ലദ്ദാത്തിൽ മൗത്ത് എന്നതും അതേപോലെ അതേ രൂപത്തിൽ എഴുതുക. ഇനി അടുത്തത് നക്തുബുൽ മഅന, 3. ഉത്തരം എഴുതാനാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ അതിൻ്റെ അർത്ഥം? തീർച്ചയായും നാം അള്ളാഹുവിൽ നിന്നുള്ളവരാണ്, അള്ളാഹുവിലേക്ക് തന്നെ നമ്മെ മടക്കപ്പെടും. 2. അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്, അത് മരണം ഖൈറാകുമ്പോൾ എന്നെ മരിപ്പിക്കും. 3. അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്, അത് സകല രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ ഓർക്കലിനെ നിങ്ങൾ വർദ്ധിപ്പിക്കുക. 3. അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി വതവഫനി മാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി. ജീവിതം ഗുണകരമാകുന്ന കാലത്തോളം എന്നെ ജീവിപ്പിക്കണമേ, മരണം ഖൈറാകുമ്പോൾ എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ. ഇത്രയാണ് 1-ാം പാഠത്തിലെ തദ്രീബാത്ത്. ഇതോടെ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.